ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ടേക്ക് എടുത്തു, ഒന്നും ശരിയായില്ല. അവസാനം ഇത് എന്താണെങ്കിലും ഇതന്നെയാണെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ പുതിയൊരു സാധനം കാണുന്നുണ്ടാവും. അതെ, ഞാനൊരു മൈക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ഇന്നലെ എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ. കുറേ പേര് എൻ്റെ അടുത്ത് വയർലെസ് മൈക്ക് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വെച്ച് പിടിച്ച് സംസാരിക്കുന്നത് ബോറാണ്. ഡ്രസ്സിൽ പിൻ ചെയ്ത് വെച്ചിട്ട് സംസാരിച്ചാൽ മതി എന്നായിരുന്നു പറഞ്ഞത്. നല്ല ഒപ്പീനിയനാണ്, പക്ഷേ എനിക്ക് അത് പറ്റില്ല. കാരണം ഞാൻ ക്യാമറ നോക്കി സംസാരിക്കുന്ന ഒരാളല്ല. എനിക്ക് അങ്ങനെ സംസാരിക്കാനും കിട്ടില്ല. കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ബലത്തിലാണ് ഞാൻ ഈ ഫ്രണ്ടിലിരുന്ന് സംസാരിക്കണതൊക്കെ. ഇതിലെങ്ങനെയാണ് എൻ്റെ സൗണ്ട് വരിക എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഞാൻ 2 വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല കാക്കാ പിക്കാന്ന് പറയുന്ന ഒരു സൗണ്ടൊക്കെയാണ് വന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറേ എന്തൊക്കെയോ മെക്കാനിസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ വയറും അതും ഇതും എന്തൊക്കെയോ ഉള്ള ഒരു സംഭവമാണ്. ഇത് ഉപയോഗിക്കാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം അതുവരയ്ക്കും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ്. നിങ്ങൾ തമ്മിലും കാര്യങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. കുറച്ച് വാൾ ഡെക്കേഴ്സ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി, അതായത് ഇന്ന് പുലർച്ചെ 1 to 2 മണിക്ക് കുത്തിയിരുന്ന് ഉണ്ടാക്കിയ സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്തേ പറ്റുള്ളൂ, കാരണം അത്രയും പാടുപെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഒരുപാട് സംസാരിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ, ഗിവ് അവേ എവിടെ, ഗിവ് അവേ എന്തായി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗിവ് അവേ ക്ലോസ്ഡ് ആണ്. ഇന്നലെ രാത്രി 11 മണിയാകുമ്പോൾ ഞാനത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഗിവ് അവയുടെ റിസൾട്ട് ഞാൻ പറയുന്നതായിരിക്കും. കാരണം 2500 മേലെ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫോട്ടോസ് സെൻഡ് ചെയ്ത കാര്യമൊക്കെ നോക്കി അതിലെങ്ങനെ സെർച്ച് ചെയ്യണം, എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഗിവ് അവേനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ എപ്പോഴാണ് ഞാൻ അനൗൺസ് ചെയ്യാന്നുള്ളതൊക്കെ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് പറയാം. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം. ഷോർട്സ് കാണുന്നവർ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടു നോക്കുക. ആദ്യം തന്നെ ഒരുപാട് സംസാരിക്കണില്ലാന്നുണ്ട് 2 മിനിറ്റ് ഇരുന്ന് വളവളാ പറഞ്ഞതിന് ക്ഷമ ചോദിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തുകൊണ്ട് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ടെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം വായി വന്ന എല്ലാ സാധനവും പറഞ്ഞാണ്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് വാൾ ഡെക്കോർ എന്ന് പറയുന്നത് ഒരു വാൾ ഗ്രിഡ് ആണ്. വാൾ ഗ്രിഡ് ചെയ്യാനായിട്ട് ഞാൻ പ്ലാസ്റ്റിക് സ്ട്രോസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ സ്ട്രോ യൂസ് ചെയ്യാം. അതുമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ A4 ഷീറ്റ് ഒന്ന് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലൊരു ഗ്രിഡ് പാറ്റേണിൽ വെച്ചിട്ട് എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൽ നിങ്ങളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ പിൻ ചെയ്ത് വെക്കാൻ പറ്റും. പേപ്പർ ക്ലിപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പിൻ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഫെയറി ലൈറ്റ്സ് ഒക്കെ ഇടാൻ പറ്റും. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതേപോലെ ഇരിക്കും ഉണ്ടാവുക. രാത്രി കാണാൻ അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് കുറച്ച് CD വാൾ ഡെക്കറാണ്. ഇതൊക്കെ എല്ലാ എസ്തെറ്റിക് ആയിട്ടുള്ള റൂംസിലും പിൻട്രസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ എസ്തെറ്റിക് വാൾ ഡെക്കർ എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ കുറേ വരുന്ന സംഭവമാണ്. അപ്പോൾ ഈ വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ CD ഉണ്ട്. പണ്ട് കാലത്ത് സിനിമയൊക്കെ കാണാൻ CD ഒക്കെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ പിൻട്രസ്റ്റിൽ പോയിട്ട് CD പെയിൻറ്റിംഗ് എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഡിസൈൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് ആ ഒരു ഡിസൈൻ അങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി. പക്ഷേ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കണം, ഇതിൽ കുറച്ച് റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് പണ്ടത്തെ CD മാർക്കറൊക്കെ വെച്ച് എഴുതി ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ CD ആണെങ്കിൽ ആ മാർക്ക് ചെയ്തിട്ടുള്ള സാധനം എങ്ങനെയെങ്കിലും കളഞ്ഞിട്ട് വേണം പെയിൻറ്റ് അടിക്കാനായിട്ട്. ഞാൻ വിചാരിച്ചു പെയിൻറ്റ് അടിച്ച് കഴിയുമ്പോൾ അതൊക്കെ മാഞ്ഞു പോകുമല്ലോ, അപ്പോൾ പിന്നെ കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാ സാധനവും ഉണങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആ നേരത്തെ അതിൽ എഴുതിയിട്ടുള്ള ആ റൈറ്റിങ്സ് ഒക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് കാണുന്നുണ്ട്. അത് എത്ര പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടും പോകുന്നതേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രം എന്തായാലും ശ്രദ്ധിക്കാം. ആൻമരിയ കലിപ്പിലാണ് സെൻട്രൽ ജയിൽ കലി. ഈ 3 എണ്ണമായിരുന്നു നമ്മുടെ ഇന്നത്തെ ഇര. അപ്പോൾ ആ സെൻട്രൽ ജയിലിലാണ് നമ്മൾ ഈ ക്ലൗഡൊക്കെ വരച്ചു കൊടുക്കുന്നത്. ആദ്യം ഞാൻ ജസ്റ്റ് നോർമലായിട്ടുള്ള ക്ലൗഡ്സ് വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. കാരണം പിൻട്രസ്റ്റിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര പാടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. പുറകിൽ ആ കോഴിയുടെ സൗണ്ട് ഒന്ന് ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഈ ക്ലൗഡ്സ് വരയ്ക്കാനായിട്ട് ജസ്റ്റ് പെയിൻറ്റ് ബ്രഷിൽ കുറച്ച് വൈറ്റ് കളർ ആക്കിയിട്ട് ഇതേപോലെ ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വരയ്ക്കാൻ പറ്റും. കാണുമ്പോൾ കുറച്ച് ടഫാന്ന് തോന്നും, പക്ഷേ സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. അടുത്തതിൽ ഞാനൊരു ഡ്രിപ്പിംഗ് ഇഫക്റ്റ് പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പെന്നിൻ്റെ മാർക്കിങ്സ് ഭയങ്കരമായിട്ട് അറിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിങ്ക് കളർ അടിച്ചു കൊടുക്കാമെന്ന്. അതിൻ്റെ മുകളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതും ഒന്നും ആയില്ല. എന്നിട്ട് ഞാൻ അത് മൊത്തം ഉരച്ച് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ പിങ്ക് കളർ അടിച്ചു കൊടുത്തത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് അത് പോയി എന്ന് വിചാരിക്കും. പക്ഷെ അത് ഉണങ്ങി കഴിയുമ്പോൾ അത് നല്ലപോലെ തെളിഞ്ഞ് കാണും. അതുപോരാണ്ട് ഈ ഒരു പേപ്പർ വലിച്ച സമയത്ത് വീണ്ടും അതിൻ്റെ മുകളിലായി അത് പോയി. ഞാനിതൊക്കെ ചെയ്യുന്നത് ഒരു 1:30-2 മണി സമയത്തൊക്കെ ആയിരുന്നു എല്ലാം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഉറക്കവും വരുന്നുണ്ടായിരുന്നു. എന്നാൽ അത് വേഗം ചെയ്തും തീർക്കണം. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. 3ാമത്തെ സ്ഥാനത്തിൽ ഞാൻ കുറച്ച് ഡെയ്സീസാണ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ട് കുറച്ച് പെറ്റൽസ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. പിന്നെ അതിന് കുറച്ച് സ്റ്റെംസും ലീവ്സും ഒക്കെ വരച്ചു കൊടുക്കുക.
കൊടുക്കുക. ഇതേപോലെ കുറേ CDs നല്ല നല്ല ഇസ്തറ്റിക് ആയിട്ടുള്ള ഇതേപോലത്തെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുത്തിട്ട് ഒരു വാളിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത് തന്നെ ഡെസ്ക് മേക്ക് ഓവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് കുറേ ആയി പറയാൻ തുടങ്ങിയിട്ട്, എന്നാലും അടുത്ത് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ടൈമിൽ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഡ്രിപ്പിംഗ് ഇഫക്റ്റ് ചെയ്ത സാധനത്തിൽ ഇതേപോലെ ഒരു ഔട്ട്ലൈനും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ലൈൻ വരച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും കുറച്ച് ഭംഗിയുണ്ടായിരുന്നു. ഇതിൽ ഉള്ളതിൽ ഈ രണ്ടെണ്ണമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. രാവിലെ ആയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു റൈറ്റിങ്സ് ഒക്കെ കുറച്ച് തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ഒരു റെയിൻബോ വാൾ ഡെക്കറാണ്. ഉള്ളതിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും എളുപ്പമായിട്ടും എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ളതായിട്ടുള്ള സംഭവമാണ് ഈ ഒരു ഡെക്കോർ. നമുക്ക് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ആണ് വേണ്ടത്. സ്റ്റിക്കിൽ ഇഷ്ടമുള്ള രീതിയിൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ അക്രിലിക് കളേഴ്സ് തന്നെ വേണമെന്നൊന്നുമില്ല, സ്കെച്ച് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ തലങ്ങും വലങ്ങും പല സൈസിലും ഡിഫറൻസിലൊക്കെ ആയിട്ട് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ ബാക്കിൽ കുറച്ചുകൂടെ സ്റ്റേഡി ആവാനായിട്ട് ഒരു പീസ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിക്ക് എങ്ങോട്ടും ആണെങ്കില്ല നല്ല രീതിയിൽ നിൽക്കും. പിന്നെ നമുക്ക് കുറച്ച് ക്ലൗഡ്സ് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സാധാ ഒരു പേപ്പറിൽ ക്ലൗഡ്സ് വരച്ചെടുത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോഴേക്കും എൻ്റെ കയ്യിലൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല കോലത്തിലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടുത്ത വാൾ ഡെക്കോർ. ഇത് പിന്നെ എളുപ്പമാണല്ലോ, അപ്പോൾ ട്രൈ ചെയ്യാം. അടുത്തത് ഒരു സ്റ്റാർ ഗാർലൻഡ് ആണ്. സത്യം പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോം ഷീറ്റ് നമ്മൾ 100Kക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാണ്. എൻ്റെ മൈൻഡിൽ ഇങ്ങനത്തെ കുറച്ച് സ്റ്റാർസ് വെട്ടി അങ്ങോട്ട് ഒട്ടിക്കുക എന്നായിരുന്നു. അങ്ങനെ ഒട്ടിച്ച് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. കുറച്ച് ഗ്ലിറ്ററി ഇഫക്റ്റ് ഉള്ള കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ അത് നമുക്ക് വാൾ ഡെക്കർ എന്ന് പറഞ്ഞിട്ട് കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ത്രെഡിൽ ഒട്ടിച്ചിട്ട് അതിങ്ങനെ വെക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഡയറക്റ്റായിട്ട് ത്രെഡിൽ കുറച്ച് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഞാൻ ആദ്യം ഇങ്ങനെ ഒരു യു ഷേപ്പിൽ ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒട്ടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അത് അത്ര രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെർട്ടിക്കലായിട്ട് ഒട്ടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതേപോലെയായിരുന്നു ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സിമ്പിളാണെങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ലാസ്റ്റായിട്ട് നമ്മുടെ വാൾ ഡെക്കർ എന്ന് പറയുന്നത് കുറച്ച് വാൾ പോസ്റ്റേഴ്സാണ്. വാൾ പോസ്റ്റർ ഇല്ലാതെ എന്ത് വാൾ ഡെക്കർ? പിൻട്രസ്റ്റിലൊക്കെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ എല്ലാ ടേബിളിൻ്റെ മുകളിലും മറ്റേ ബെഡിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ഒട്ടിച്ച് വെക്കുന്നത് കാണാം. അപ്പോൾ എല്ലാവർക്കും അതേപോലെ വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. കുറച്ച് പേപ്പേഴ്സ് റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് പോളറോയിഡ് പോലത്തെ സംഭവമായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു വിഡ്ത്ത് വിട്ടിട്ട് ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുക. പിന്നെ ഇഷ്ടമുള്ള ഡിസൈൻസ് വരയ്ക്കുക. ഇതിപ്പോൾ പിൻട്രസ്റ്റിലൊക്കെ പോയിട്ട് വാൾ പോസ്റ്റേഴ്സ് എന്നൊക്കെ അടിച്ചു കൊടുത്ത് കുറേ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരും. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്രാഫ്റ്റിൽ മൊത്തം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുത്ത് വരയ്ക്കാൻ പറ്റുന്ന പോലെയൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിലും ഡിസൈനിലൊക്കെ നമുക്ക് പലതും ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ വാൾ പോസ്റ്റേഴ്സും CD ഡിസൈനും കാര്യങ്ങളൊക്കെ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സമയം എന്ന് പറയുന്നത് 1:30 ആയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ സമയമെടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് വരയ്ക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആവശ്യമുള്ളതും ടൈമായിരുന്നു, എൻ്റെ കയ്യിൽ ഇല്ലാത്തതും ടൈമായിരുന്നു. അപ്പോൾ ഉള്ള സമയം കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുത്ത കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒട്ടും സമയമില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും ഈസി ആയിട്ട് ഈ ഡിസൈൻസ് ഒക്കെ എന്തായാലും ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, കുറച്ച് പശുവിൻ്റെ പ്രിൻസ്, പിന്നെ അതല്ലാണ്ട് കുറച്ച് ബുൾ സൈസ്, അങ്ങനത്തെ ഈസി ഡിസൈൻസ് ഒക്കെയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വളരെ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്, വളരെ പെട്ടെന്ന് വോയിസ് ഓവർ കൊടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എന്താ ഞാൻ ഈ വോയിസിൽ പറഞ്ഞിട്ടുള്ളതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് പറയുക. അടുത്ത വീഡിയോ എന്ത് വേണമെന്നും പറയാം. സമയം 1:40 ആയിരുന്നു. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.